എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 8 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിലെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സായ വ്യാകരണ വിഭാഗത്തിൽ പെടുന്നതായ യദ്യപി തഥാപിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഉദാഹരണം നോക്കാം. രമേശഃ പരീക്ഷായാം പരാജിതഃ സംവൃത്തഃ സഹ പ്രയത്നം ന ത്യജതി. അപ്പം അതെങ്ങനെയാണ് ചേർക്കുക? യദ്യപി രമേശഃ പരീക്ഷായാം പരാജിതഃ സംവൃത്തഃ തഥാപി പ്രയത്നം ന ത്യജതി. ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് നമ്മൾ എഴുതണം. ചോദ്യത്തിൽ 2 സെൻറ്റൻസ് ആവും, അത് നമ്മൾ ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതണം. അപ്പോൾ അവിടെ നോക്കൂ, രമേശഃ ആദ്യത്തെ സെൻറ്റൻസിൽ, സഹ എന്നുള്ളത് രണ്ടാമത്തെ സെൻറ്റൻസിൽ. അപ്പോൾ രമേശഃ എന്നുള്ളത് വയ്ക്കുമ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ സഹ എന്നുള്ള വാക്ക് വേണ്ട. അപ്പോൾ യദ്യപി രമേശഃ പരീക്ഷായാം പരാജിതഃ സംവൃത്തഃ തഥാപി പ്രയത്നം ന ത്യജതി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. വൃഷ്ടിഃ ഭവതി ഫുൾ സ്റ്റോപ്പ് ബാലകാഃ ക്രീഡാങ്കനെ ക്രീഡന്തി. അപ്പം എങ്ങനെ വയ്ക്കുക? യദ്യപി വൃഷ്ടിഃ ഭവതി തഥാപി ബാലകാഃ ക്രീഡാങ്കനെ ക്രീഡന്തി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മമ വേതനം ന്യൂനം ഭവതി ഫുൾ സ്റ്റോപ്പ് അഹം ധനസഞ്ചയം കരോമി. അപ്പോൾ യദ്യപി മമ വേതനം ന്യൂനം ഭവതി തഥാപി അഹം ധനസഞ്ചയം കരോമി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ജ്വരഃ അസ്തി ഫുൾ സ്റ്റോപ്പ് സഹ ഗൃഹകാര്യം കരോതി. യദ്യപി ജ്വരഃ അസ്തി തഥാപി സഹ ഗൃഹകാര്യം കരോതി. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.